അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ചെറിയൊരു മുഖവുര. സംഭവം ഇങ്ങനെയാണ്. മരിച്ചാല് ഒന്നും കേൾക്കൂല എന്നുള്ള വിശ്വാസക്കാരായ കേരളത്തില് നമ്മുടെ വഹാബികളല്ലേ. സുന്നികളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ പറഞ്ഞതാണ്, ഖബറിലുള്ള മരിച്ചെടുക്കുന്ന ആള് ഖബറിന്റെ അടുത്തുകൂടെ പോകുന്ന ആളുകളുടെ ചെരുപ്പടി ശബ്ദം പോലും കേൾക്കും എന്നത്. അത് ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് ഓൽക്കതിൽ സംശയമില്ല. പക്ഷെ വഹാബിക്ക് അത് സംശയമാണ്. അപ്പൊ ആ വഹാബി കുട്ടി ചോദിക്കണ ചോദ്യം കേട്ടോളൂ നിങ്ങള്. നമുക്കൊരു സംശയം തീർക്കുക കൂട്ടുകാരൻ. ഞാൻ നിന്റെ വോയിസ് ടാഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാലും ഇതിനിപ്പോ ഒരു മറുപടി കണ്ടുപിടിക്കണമല്ലോ. ചോദിച്ചോളൂ. ഞാനിപ്പോ നാട്ടിലില്ലാണ്ടായി പോയി. ഞാൻ സൗദിയിലാണ് ഉള്ളത്. ഈ അടുത്തുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കുഴി കുത്തിയിട്ട് നിന്നെ ഞാൻ അതിലിട്ട് മൂടാം. എന്നിട്ട് ഞാൻ പുറത്ത് നിന്നിട്ട് എന്റെ ചെരുപ്പിന്റെ അടി നീ കേൾക്കണ്ടാവുന്ന നോക്കുവോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലേ? ഇൻഷാ അല്ലാഹ് നീ വരണെങ്കിൽ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഇയാള് സൗദി അറേബ്യയിലാണ് ഉള്ളത് എന്നാ പറഞ്ഞത്. അപ്പൊ നാട്ടിലുള്ള സുഹൃത്ത് സൗദി അറേബ്യക്ക് ഇയാളുടെ അടുത്തേക്ക് ചെല്ലണം. ഇയാള് കുയ്യു കുത്തി കൊടുക്കും, എന്നിട്ട് മറ്റാള് കിടക്കണം. സംശയം ആർക്കാണ്? ഈ സംശയം ഇയാൾക്കാണ്, കേൾക്കൂലെന്നുള്ളത്. അപ്പൊ ഇയാളല്ലേ കുഴിച്ചിടേണ്ടത്? അതിന് മറുപടി മറ്റാള് കൊടുക്കണേ കേട്ടു. കാരണം മരിച്ചാ ഒന്നും കേൾക്കൂല പറഞ്ഞ ആള് വഹാബികളല്ലേ, സുന്നികളല്ലല്ലോ. സുന്നിയൊക്കെ ഹദീസ് തെളിവല്ലേ. ഞാൻ അയാളെ മറുപടി ഒന്ന് കേട്ടു നോക്കി. നേരെ തിരിച്ചായിക്കൂടെ? കാരണം എനിക്ക് കേൾക്കൂന്ന് ഉറപ്പാണ്. ഇങ്ങനല്ല സംശയം കേൾക്കൂല. അപ്പൊ ഒരു കുഴി കുത്തിയിട്ട് നിന്നെ അതിൽ കുഴിച്ചിട്ടിട്ട് ഞാന് പുറത്തുനിന്ന് ചെരുപ്പോണ്ട് ശബ്ദം ഉണ്ടാക്കാം. നീയല്ലേ നോക്കണ്ടേ, ഞാനല്ലല്ലോ. എനിക്കത് കേൾക്കൂന്ന് ഉറപ്പാന്ന്. കേൾക്കൂന്ന് സംശയമുള്ള നിന്നല്ലേ പരീക്ഷിക്കണ്ടേ? ഉറപ്പുള്ള ഞാനാ പരീക്ഷിക്കുക? നല്ല കഥയായി. ഉറപ്പുള്ള എനിക്ക് പരീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. സംശയമുള്ള നിനക്കല്ലേ പരീക്ഷിക്കേണ്ടത്. ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുമെന്ന് റസൂലുള്ള വിശ്വസിക്കണമെങ്കിൽ നിനക്കെന്ത് ചെയ്യണോ? അങ്ങനെ അനുഭവത്തിൽ വരണം. അപ്പൊ നീ എന്ത് ആ പണിയെടുക്കേണ്ടത് ഞാനല്ലല്ലോ. ഒരു കുഴി കുത്തിയിട്ട് നിന്നെ അതിലിടുക, എന്നിട്ട് എന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം നീ കേൾക്കുക. അങ്ങനെയാ വേണ്ടത്. അല്ല നേരെ തലതിരിച്ചല്ല. സംശയമില്ലാത്തവരെ കൊണ്ട് പിടിച്ചിടല്ല കേട്ടോ. എവിടുന്ന് ഇയാള് വരുന്നത്? വഹാബി കുട്ടി പാനവയ്ക്ക് പുല്ല് പോലും മുളച്ചില്ലെന്ന്. ഈ തർക്കം മുഴുവൻ ഈ വഹാബികൾക്കാണുള്ളത്. കാരണം നബി തങ്ങൾ പറഞ്ഞതാണ്, അങ്ങനെ കേൾക്കും. അത് ഹദീസാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യമാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞതല്ലേ. ഇപ്പം മാവു സംസമ ലിമാ ശുരിബലഹു ഹദീസാണ്. അത് വഹാബിയക്ക് അബ്ദുസലാം സുലമി പോലുള്ള പോലെ ആരാധ്യനായ ഹദീസ് പണ്ഡിതന്മാര് ഈ പറയുന്നത് അത് സഹിയല്ല. അങ്ങനെയാണെങ്കിൽ മക്കത്തൊന്നും ആസ്പത്രി വേണ്ടി ചേരുന്നല്ലോ. ആ രോഗികൾക്ക് ആ വെള്ളം കൊടുത്താൽ പോരെ, അവിടെ വലിയ വലിയ ആസ്പത്രികളൊക്കെ ഉണ്ടാക്കിക്കണ് എന്നൊക്കെ പറഞ്ഞ് യുക്തി പറഞ്ഞ് ഈ ഇസ്ലാമിന്റെ ഈ ഹദീസുകളെ, നബിതങ്ങളെ ഈ ഹദീസിനൊക്കെ നിർവീര്യപ്പെടുത്തുന്ന ഈ വഹാബി മൗലവിമാരുടെ ഇടയിൽ ഈ കുട്ടി മൗലവിമാർക്ക് ഇങ്ങനെ ചില സംശയങ്ങൾ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഏതായാലും ഇന്ന് ചിരിച്ചു മരിച്ചിരിക്കണ ഈ വഹാബികളെ ഈ വക ഓരോ തമാശകൾ കേട്ടിട്ട്. അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.